രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിൽ ഇന്ന് CPM-ന്റെ വിശദീകരണ യോഗം നടക്കും. വെളിപ്പെടുത്തൽ നടത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് CPM-ന്റെ വാദം. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ വി കുഞ്ഞികൃഷ്ണൻ ഇത് പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു അഭിമുഖം ഇങ്ങനെ നൽകി പാർട്ടിയെ കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാവുമല്ലോ. പറയും. നേരത്തെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു കാര്യമാണ് ഇത്. പാർട്ടി എന്ത് നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാം. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം എഴുതാൻ പോകുന്ന വിവരം അത് ജില്ലാ സെക്രട്ടറിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം ഒരാഴ്ച മുൻപേ തന്നെ പയ്യന്നൂരിലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടിരുന്നു. അന്ന് ഈ പുസ്തകം എഴുതാൻ പോകുന്നു എന്ന വിവരം KK രാഗേഷിനെ അറിയിച്ചിരുന്നു. അറിയിച്ച സമയത്ത് തന്നെ KK രാഗേഷ് പറഞ്ഞ ഇത് പുറത്തിറക്കരുത് എന്നുള്ളതാണ്. പക്ഷേ തന്റെ തീരുമാനമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമായിരുന്നു മാധ്യമങ്ങളുമായി ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. ആ തുറന്നു പറച്ചിൽ നടത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചതാണ് പാർട്ടി ഏത് തരത്തിലായിരിക്കും അച്ചടക്ക നടപടി എടുക്കുമെന്നുള്ളത്. എന്തായാലും നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ, ആ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് ആ മൂർച്ച കൂട്ടുന്ന ഒരു വിഷയം കൂടിയാണ് ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതിലെ ക്രമക്കേട് ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ വി കുഞ്ഞികൃഷ്ണൻ തെളിവ് സഹിതം ഒരു പുസ്തകം എഴുതുന്നു. കൂടാതെ മാധ്യമങ്ങളിലൂടെ നിരന്തരമായിട്ട് ചില കണക്കുകൾ കൂടി പുറത്തുവിടുന്നു. ഇത് ന്യായീകരിക്കാൻ പാർട്ടിക്ക് വല്ലാതെ പാടുപെടുന്നുമുണ്ട്. കാരണം കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഇന്നലെ പോലും ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യമാണ്. അത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുജന സമക്ഷമോ പറയേണ്ട ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. സ്വാഭാവികമായിട്ടും അണികളെ, അവരുടെ പാർട്ടി കേഡർമാരെ ഇക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. പാർട്ടിക്ക് 1 രൂപ പോലും നഷ്ടമായിട്ടില്ല. എല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് യോഗം വിളിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ ജില്ലാ കമ്മിറ്റി എടുത്ത ആ തീരുമാനം അത് കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു രീതി കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ആ നടപടിയും വിശദീകരിക്കും. ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കുക. അങ്ങനെ പാർട്ടി അണികളിലുണ്ടായ സംശയങ്ങൾ തീർക്കാനാണ് ഇന്ന് നേതൃത്വം ശ്രമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.